നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ ദിനാഘോഷം നിറവിൽ രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ നടത്തി. വേലുപ്പാടം വിശുദ്ധ യൗസപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെയും പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെയും സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെയും ഊട്ടുതിരുനാളുകൾ ആഘോഷിച്ചു. പുതുക്കാട് കുറുമാലി പാലത്തിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടം. ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായി. സംസ്ഥാനത്ത് ഓണപരീക്ഷയിൽ മാറ്റം. ഓണാഘോഷ ദിവസം പരീക്ഷ നടത്തില്ല. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ആവേശത്തിമർപ്പിൽ ദേശീയ പതാക ഉയർത്തിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ബഹുവർണ്ണ റാലികൾ നടത്തിയും നാടെങ്ങും സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. വിദ്യാലയങ്ങളും സർക്കാർ ഓഫീസുകളും വായനശാലകളും വിവിധ ക്ലബ്ബുകളും കേന്ദ്രീകരിച്ച് നടന്ന ചടങ്ങുകൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിവിധയിടങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം കാണാം. ജില്ലയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മന്ത്രി OJ ജിനേഷ് കുമാർ തൃശൂരിൽ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ശനിയാഴ്ച രാവിലെ 9:02 തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിലായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ. പതാക ഉയർത്തലിന് ശേഷം മന്ത്രി പരേഡ് നിരീക്ഷിച്ചു. തുടർന്ന് മാർച്ച് പാസ്റ്റും മന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശവും ഉണ്ടായിരുന്നു. ദേശഭക്തി ഗാനം, മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള ട്രോഫി വിതരണം, സായുധസേന പതാകാനിധി, റോളിംഗ് ട്രോഫി വിതരണം എന്നിവയ്ക്ക് ശേഷം ദേശീയ ഗാനത്തോടെയാണ് ചടങ്ങുകൾ അവസാനിച്ചത്. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC തുടങ്ങിയവയുടെ വിവിധ പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പോലീസ് കേഡറ്റ്, NCC തുടങ്ങിയവയുടെ വിവിധ പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. KK രാമചന്ദ്രൻ MLA ദേശീയ പതാക ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശ്വതി ബിബി, ബ്ലോക്ക് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായി. അളകപ്പനഗർ പോളിടെക്നിക് കോളേജിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ ദേശീയ പതാക ഉയർത്തി. NCC വനിതാ കാഡറ്റുകളുടെ മാർച്ച് പാസ്റ്റും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കല്ലൂർ സെന്റ് റാഫേൽ പബ്ലിക് സ്കൂളിൽ ഒരുക്കിയ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായി. സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളും ഭരണഘടനയുടെ സന്ദേശവും പുതുതലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ വോയിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയത്തെ മുൻനിർത്തി പള്ളി അങ്കണത്തിലാണ് ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചത്. 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ദൃശ്യാവിഷ്കാരം സ്വാതന്ത്ര്യം, സമത്വം, നീതി, സാഹോദര്യം എന്നീ ഭരണഘടനാ മൂല്യങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്നവയായിരുന്നു. ചടങ്ങോടനുബന്ധിച്ച് സ്കൂൾ അങ്കണത്തിൽ പ്രിൻസിപ്പൽ ടെസ്സി ജോസ് ദേശീയ പതാക ഉയർത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോയ് കൊള്ളന്നൂർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA പ്രസിഡന്റ് റിക്സൺ കളപ്പുര, MPTA പ്രസിഡന്റ് സ്നേഹ ലിയോൺ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. ഇത് ഞങ്ങൾ പിറന്ന മണ്ണ്. ഇവിടെ ജീവിക്കാൻ ആരുടെയും ഔദാര്യം വേണ്ട. ഇത് ഞങ്ങളുടെ അവകാശം. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കല്ലൂരിൽ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ സമിതി പ്രസിഡന്റ് NR ജോഷി ദേശീയ പതാക ഉയർത്തി. ട്രഷറർ KT സണ്ണി, ജനറൽ സെക്രട്ടറി സെബി ചൂണ്ടക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു.
മാതൃസംഘടനയുടെയും വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും ഭാരവാഹികളും യൂണിറ്റിലെ അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ ദേശീയ പതാക ഉയർത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ ജോയ് കാവിൽ, ട്രഷറർ KR സിനിൽകുമാർ, രക്ഷാധികാരി അന്തോണി നമ്പിടിയാൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നെൽസൺ സെബാസ്റ്റ്യൻ, സെക്രട്ടറി ബിനീഷ് വിൽസൺ, ട്രഷറർ ജെയിംസ് കുന്നൻ, വനിതാ വിംഗ് പ്രസിഡന്റ് സുജ നമ്പിടിയാടൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. മുപ്ലിയം റോയൽ എക്സ് സർവീസ്മെൻ സംഘം സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പ്രസിഡന്റ് EV അശോകൻ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി AK റെജി, ട്രഷറർ KM വർഗീസ്, അംഗങ്ങളായ സണ്ണി തോമസ്, ജൂലീസ്, KS അശോകൻ, സന്തോഷ്, AT വർഗീസ്, വേണു, കൃഷ്ണൻകുട്ടി, സ്പോൺസർ സുഗുണൻ എന്നിവർ സന്നിഹിതരായി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി അങ്കണത്തിൽ തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ദേശീയ പതാക ഉയർത്തി. വികാരി ഫാദർ ഡേവിസ് ചെറയത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ നോബിൾ ഐനിക്കൽ, ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പൻ, ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ, ഡീക്കൻ ആശിഷ് കൊമ്പൻ, ട്രസ്റ്റിമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിന് സെന്റ് ആന്റണീസ് LP സ്കൂളിലെ അധ്യാപകരും കുട്ടികളും നേതൃത്വം നൽകി. തൊട്ടിപ്പാൾ KSUP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രധാന അധ്യാപിക MK സുനജ പതാക ഉയർത്തി. സ്കൂൾ ലീഡർ തീർത്ഥ സതീഷ്, PTA പ്രസിഡന്റ് ഷജിനി സിനോജ്, MPTA പ്രസിഡന്റ് വൈഗ അജീഷ്, സ്കൂൾ സംരക്ഷണ സമിതി അംഗം TK വിനയൻ എന്നിവർ പ്രസംഗിച്ചു. സ്വാതന്ത്ര്യദിന റാലിയും കലാപരിപാടികളും അരങ്ങേറി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്ലിയം സൗഹൃദ 116 നമ്പർ അങ്കണവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പഞ്ചായത്ത് അംഗം ലില്ലി ബേബി പതാക ഉയർത്തി. ഡോക്ടർ ജോയ്സൺ പേക്കാട്ടിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മുൻ പഞ്ചായത്ത് അംഗം വിജിത ശിവദാസൻ, ALM SC അംഗം ഡേവിസ് നടുവിൽ പീടിക, അമ്മമാരുടെ പ്രതിനിധി വർഷ വിനോദ്, CDPO സുധർമണി, സൂപ്പർവൈസർമാരായ ബിജിമോൾ, ചിത്ര ഭാസ്കർ, അങ്കണവാടി വർക്കർ വനജ, അങ്കണവാടി ഹെൽപ്പർ വിജയ, CDS അനു മനോജ് എന്നിവർ സന്നിഹിതരായിരുന്നു. CPI അളകപ്പനഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ പതാക ഉയർത്തി. ലോക്കൽ സെക്രട്ടറി VK അനീഷ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി VR രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ബിന്ദു, ഡോക്ടർ CK രത്നകുമാരി, TS സുധീഷ്, PU ഹരികൃഷ്ണൻ, സാഹിത്യ ജിതേഷ്, KM അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. മുതിർന്ന ഭരണസമിതി അംഗമായ രാഘവൻ മുളങ്ങാടൻ പതാക ഉയർത്തി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭരണസമിതി അംഗങ്ങളായ CM ജോൺസൺ, ഡീസൻ പനോക്കാരൻ, ബ്രാഞ്ച് മാനേജർ ഷീബ രാജൻ എന്നിവർ സംസാരിച്ചു. മുൻ പ്രസിഡന്റ് KA രാജൻ, മറ്റു ജീവനക്കാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം, അരവിന്ദോ ജയന്തി, രക്ഷാബന്ധൻ എന്നിവ സംയുക്തമായി ആചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റോഷൻ P നായർ ദേശീയ പതാക ഉയർത്തി. മാതൃസമിതി പ്രസിഡന്റ് സരിത മകേഷും ക്ഷേമസമിതി പ്രസിഡന്റ് സച്ചിൻ S മേനോനും ചേർന്ന് ദീപപ്രജ്വലനം നിർവഹിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ AG ബാബു അധ്യക്ഷ പ്രസംഗം നടത്തി. കാലടി സംസ്കൃത സർവകലാശാലയിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ AV നടേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുഖ്യാതിഥിയായ ഡോക്ടർ AV നടേശന് സ്കൂൾ മാനേജർ TK സതീഷ് മെമൻഡോ നൽകി ആദരിച്ചു. രക്ഷാബന്ധൻ ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പരസ്പരം രാഖി കെട്ടി സഹോദര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം പങ്കുവച്ചു. വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. കല്ലൂരിലെ യുവാക്കളുടെ സന്നദ്ധ സംഘടനയായ സൗഹൃദ യുവ സംഗമത്തിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രക്ഷാധികാരി സതീശൻ ഊരാളത്ത് ദേശീയ പതാക ഉയർത്തി. യുവസംഗമം പ്രസിഡന്റ് പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ അധ്യക്ഷനായി. സെക്രട്ടറി പ്രജേഷ് കരുമത്തിൽ, പ്രവീൺ ശാർക്കര, റിൻഡോ ഐനിക്കൽ എന്നിവർ നേതൃത്വം നൽകി. കേരള കോൺഗ്രസ് M ഇഞ്ചംകുണ്ട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ, മണ്ഡലം പ്രസിഡന്റ് ജോസി മാണി, നിയോജക മണ്ഡലം സെക്രട്ടറി ജോ കുര്യൻ, കുര്യൻ മാഞ്ഞാളിക്കൽ, ആഗസ്തി കുഴിമ്പിൽ, ജോഷി കുഴിമ്പിൽ, സെബാസ്റ്റ്യൻ കാവുങ്കൽ, റോസലി തോമസ് തുടങ്ങിയവർ സന്നിഹിതരായി. നന്ദിക്കര ശ്രീ രാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി പതാക ഉയർത്തി. സുബേദാർ മേജർ TK ജോർജ് കുട്ടി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വിദ്യാലയ സമിതി അംഗം TC തിലകൻ അധ്യക്ഷത വഹിച്ചു. VR അജിത്ത് രക്ഷാബന്ധൻ സന്ദേശം നൽകി.
വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി KS സുഗേഷ്, മാനേജർ C രാകേഷ്, K രവീന്ദ്രൻ, രജത് നാരായണൻ എന്നിവർ സന്നിഹിതരായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് പതാക ഉയർത്തി. മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ചാക്കോച്ചിറ വാർഡ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം ജോഷി ജോയ് അധ്യക്ഷയായിരുന്നു. ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ദേശീയ പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം ജോഷി ജോയ് അധ്യക്ഷത വഹിച്ചു. വർക്കർ CP ആലീസ്, ഹെൽപ്പർ ഷീബ രവി എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് MCFൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു ദേശീയ പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം ജയൻ T ജോൺ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര മുഖ്യ അതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോഷി ജോയ്, PV ശരത് എന്നിവർ പ്രസംഗിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ നേതൃത്വം നൽകി. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനവും മെറിറ്റ് ഡേയും ആഘോഷിച്ചു. സൈക്കോളജിസ്റ്റും സോഫ്റ്റ് സ്കിൽസ് ആൻഡ് മാനേജ്മെൻറ്റ് കോച്ചും BVN സ്കൂൾ സംയോജകനുമായ P ദീപക് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 2025-26 അധ്യയന വർഷത്തിൽ അക്കാദമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മെമൻറ്റോ നൽകി ആദരിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് പതാക ഉയർത്തി. മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ചാക്കോച്ചിറ വാർഡ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം ജോഷി ജോയ് അധ്യക്ഷയായിരുന്നു. ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ദേശീയ പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം ജോഷി ജോയ് അധ്യക്ഷത വഹിച്ചു. വർക്കർ CP ആലീസ്, ഹെൽപ്പർ ഷീബ രവി എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് MCFൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു ദേശീയ പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം ജയൻ T ജോൺ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര മുഖ്യ അതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോഷി ജോയ്, PV ശരത് എന്നിവർ പ്രസംഗിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ നേതൃത്വം നൽകി. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനവും മെറിറ്റ് ഡേയും ആഘോഷിച്ചു. സൈക്കോളജിസ്റ്റും സോഫ്റ്റ് സ്കിൽസ് ആൻഡ് മാനേജ്മെൻറ്റ് കോച്ചും BVN സ്കൂൾ സംയോജകനുമായ P ദീപക് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 2025-26 അധ്യയന വർഷത്തിൽ അക്കാദമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മെമൻറ്റോ നൽകി ആദരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പുതുക്കാട് സെന്ററിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി. ജോൺസൺ പുല്ലുത്തി ദേശീയ പതാക ഉയർത്തി. അനിത സന്തോഷ്, A യൂസഫ്, ബൈജു കൊരേച്ചാൽ, അബ്ദുൽ സലാം പുതിയങ്കാവ്, ഷൺമുഖൻ മായന്നൂർ, അബൂബക്കർ, TA ബാബു, നൌഷാദ് കൊല്ലം, അബ്ദുൽ സലാം, സുധീർ പട്ടാമ്പി, H ഹസീന, KM ഫാത്തിമ, VP സുധീഷ്, ബിനു തിരുത്തേൽ, KA ബെന്നി എന്നിവർ പ്രസംഗിച്ചു. വൈസ്മെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് പുതുക്കാട് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ക്ലബ്ബ് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻപിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സുധകുമാരിയും ക്ലബ്ബ് പ്രസിഡന്റ് ജോവിൻ ജോസും ചേർന്ന് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പാസ്റ്റ് ഡിസ്ട്രിക്ട് സെക്രട്ടറി KL സുരേഷ്, പുതുക്കാട് ബസാർ ക്ലബ്ബ് ട്രഷറർ അഡോൺ അലക്സ്, പ്രോഗ്രാം സ്പോൺസർ ആൻഡോ കുന്നൻ, ക്ലബ്ബ് ട്രഷറർ TR ലോറൻസ്, KP ബിജോ, സുരേഷ് കദളി, ജയ്സൺ കുട്ടിക്കടൻ, CL അജീഷ് എന്നിവർ സംബന്ധിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. SHO ഷിബാബ് പതാക ഉയർത്തി. ജനമൈത്രി സമിതി അംഗങ്ങളായ റഷീദ് ഏറത്ത്, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, SI ജോഫി ജോസ്, UM സുനിൽ, PK മനോജ്, ബിജി സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു. INTUC മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മദ്യവിരുദ്ധ സമിതി ജില്ലാ സെക്രട്ടറി ബേബി കണ്ണമ്പടത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KA ഹനീഫ, ജയ്സൺ പിടിയേക്കൽ, ജിജു കീറ്റിക്കൽ, ബാബു അരിക്കാട്, ഹരിദാസ് ചുക്കത്ത്, അഡ്വക്കേറ്റ് ഷിനോജ്, PC വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. മാർട്ടിൻ ജോസ്, ബാബു നെല്ലിക്കവിള, രാജു വാസുപുരത്തുകാരൻ, ജോയ് പുരയിടം, സീതരൻ ചക്കമല്ലിശ്ശേരി, ജോസഫ് വാസുപുരത്തുകാരൻ, സുലൈമാൻ വലിയകത്ത് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന പോലീസ് സേനയിലെ മികച്ച സേവനത്തിനും സമർപ്പണത്തിനും പ്രതിബദ്ധതയ്ക്കും നൽകുന്ന 2026 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ തൃശൂർ റൂറൽ ജില്ലയിൽ നിന്നുള്ള 7 ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു.
ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ മികവും ആത്മാർത്ഥതയും മുൻനിർത്തിയാണ് ഈ ഉയർന്ന അംഗീകാരം ലഭ്യമായിട്ടുള്ളത്. തൃശൂർ റൂറൽ ജില്ലയിൽ നിന്ന് സൈബർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജോബി ജെ ശങ്കുരിക്കൽ, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ASI CG ധനേഷ്, ആളൂർ പോലീസ് സ്റ്റേഷൻ ex-CPO PX സോണി, കൊടകര പോലീസ് സ്റ്റേഷൻ SCPO PK സജീഷ് കുമാർ, മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ SCPO CV വിനീഷ്, ലീഗൽ സെൽ CPO ES മണി, കൊടുങ്ങല്ലൂർ കൺട്രോൾ റൂം SCPO KJ ഷിൻഡോ എന്നിവരാണ് മെഡലിന് അർഹരായത്. ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറും വിമുക്തി കോർഡിനേറ്ററുമായ KK രാജുവിന് വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിൽ 5 വർഷത്തെ മികച്ച വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് മുഖ്യമന്ത്രിയുടെ മെഡലിന് KK രാജു അർഹനായിരിക്കുന്നത്. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിൽ പ്രിവന്റീവ് ഓഫീസറായ രാജു സേവനപാതയിൽ ഒരു ബഹുമുഖ പ്രതിഭയാണ്. ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ വികസനത്തിന് മുൻകൈയെടുത്തത് ഇദ്ദേഹമായിരുന്നു. കോവിഡ് കാലത്ത് രൂക്ഷമായ സാനിറ്റൈസർ ക്ഷാമം നേരിടുന്ന വേളയിൽ ജില്ലയിലെ പോലീസ്, എക്സൈസ് വകുപ്പുകളിൽ പിടികൂടിയ 4000 ലിറ്ററോളം സ്പിരിറ്റ് സാനിറ്റൈസറാക്കി ജില്ലയിൽ പല ഭാഗത്തും എത്തിക്കാൻ നേതൃത്വം നൽകിയവരിൽ പ്രധാനി KK രാജു ആയിരുന്നു. രാജുവിന്റെ ഈ പ്രവൃത്തി കണ്ടറിഞ്ഞ് അന്നത്തെ തൃശൂർ ജില്ലാ കളക്ടർ S ഷാനവാസ് വിമുക്തി ജില്ലാ കോർഡിനേറ്ററായ KK രാജുവിനെ പ്രത്യേക അനുമോദന പത്രം നൽകി ആദരിച്ചു. എക്സൈസ് കമ്മീഷണറുടെ സത്സേവന പത്രവും എക്സൈസ് വകുപ്പിലെ ഏറ്റവും വലിയ ബഹുമതിയായ ബാഡ്ജ് ഓഫ് എക്സലൻസ് പുരസ്കാരവും 2021 ലഭിച്ചു. ഈ പുരസ്കാരം ലഭിച്ച തൃശൂർ ജില്ലയിലെ ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം. നിരവധി അബ്കാരി നർക്കോട്ടിക് കേസുകൾ പിടികൂടിയ സംഘത്തിലും ഇദ്ദേഹം അംഗമായിട്ടുണ്ട്. സ്കൂൾ, കോളേജ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിമുക്തി ക്ലബ്ബ് രൂപീകരിക്കുന്നതിനും സ്കൂൾ, കോളേജ്, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, ക്ലബ്ബ്, വായനശാല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ 1000-ലധികം വിമുക്തി ബോധവൽക്കരണ ക്ലാസുകളും നയിച്ചിട്ടുണ്ട്. ആദിവാസി മേഖലകളിലെ ഉന്നമനത്തിനായി PSC പരിശീലന ക്യാമ്പ്, വിവിധ മത്സര പരീക്ഷകൾക്കുള്ള പുസ്തക കിറ്റ് ലഭ്യമാക്കൽ, സ്വയം തൊഴിൽ പരിശീലന ക്യാമ്പുകൾ, കായിക ഉപകരണ കിറ്റ് വിതരണം, വിവിധ ലഹരി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കൽ എന്നിവയെല്ലാം ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് NCTV. സംസ്ഥാന പോലീസ് സേനയിലെ മികച്ച സേവനത്തിനും സമർപ്പണത്തിനും പ്രതിബദ്ധതയ്ക്കും നൽകുന്ന 2026 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ ASI CG ധനേഷിന് അഭിനന്ദന പ്രവാഹം. 1980 ജനുവരി 26 തൃശൂർ ജില്ലയിലെ മാപ്രാണത്ത് ചെരിഞ്ഞപറമ്പിൽ ഗോപി, ശോഭന ദമ്പതികളുടെ മകനായി ജനിച്ച ധനേഷ് കരുവന്നൂർ സെന്റ് ജോസഫ് HS, മാപ്രാണം ഹോളി ക്രോസ് HS, ക്രൈസ്റ്റ് കോളേജ്, തൃശൂർ MTI പോളിടെക്നിക് എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമ നേടിയ അദ്ദേഹം 2005 കേരള പോലീസിന്റെ ഭാഗമായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചു. മുട്ടിക്കുളങ്ങര, തൃശൂർ AR ക്യാമ്പ്, ചേർപ്പ്, കാട്ടൂർ, വലപ്പാട്, വരന്തരപ്പള്ളി തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ അദ്ദേഹം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പോലീസ് സേവനത്തിലെ മികവ് മുൻനിർത്തി കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് ASI ഗ്രേഡ് ASI ആയി പ്രമോഷൻ ലഭിച്ചത്. LD ക്ലർക്കായ റിജിനയാണ് ഭാര്യ. LD ക്ലർക്കായ റിനിജയാണ് ഭാര്യ. അഭിനവ് കൃഷ്ണ, അഭിനന്ദ് കൃഷ്ണ എന്നിവർ മക്കളാണ്. ധനേഷിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ കഠിനാധ്വാനത്തിനും കൃത്യനിഷ്ഠയ്ക്കും ലഭിച്ച ഈ അംഗീകാരം മാപ്രാണം ഗ്രാമത്തിനും കാട്ടൂർ പോലീസ് സ്റ്റേഷനും ഒരുപോലെ അഭിമാനമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് NCTV. നല്ലത് പറഞ്ഞു കൊടുക്കാൻ അധികം ആളില്ലാത്ത കാലത്ത് നല്ല കാര്യങ്ങൾ മാത്രം പറയുന്ന ശീലമാക്കിയ ആളാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ബിറ്റ് ഓഫീസറായ ES മണി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ മണിയെ തേടിയെത്തുമ്പോൾ അത് അർഹതപ്പെട്ട കൈകളിലെത്തുന്ന അംഗീകാരമാകുന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഒരു ചാലഞ്ചായി ഏറ്റെടുത്ത് പ്രയാണം തുടരുകയാണ് ES മണി എന്ന പോലീസുകാരൻ. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ അദ്ദേഹം നയിച്ചത് 1800 ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 ലക്ഷത്തോളം പേർ മണിയുടെ ക്ലാസുകളിൽ ശ്രോതാക്കളായിട്ടുണ്ട്. ലഹരിയുടെ പിടിയിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ തന്നെ കൊണ്ടാകുന്നതെല്ലാം ചെയ്യുക എന്ന ദൗത്യമാണ് മണി ഏറ്റെടുത്തിരിക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ബോധവൽക്കരണമെങ്കിലും റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവയ്ക്കു വേണ്ടിയും ക്ലാസുകൾ എടുക്കാറുണ്ട്. വിവിധ ജില്ലകളിൽ പോയും അദ്ദേഹം ക്ലാസുകൾ എടുത്തിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട കോടതിയിൽ അഭിഭാഷകനായി 5 വർഷം പ്രവർത്തിച്ച മണി ജില്ലാ പോലീസ് മേധാവിയുടെ ജനസമ്പർക്ക പരിപാടിയിലും ക്ലാസ് എടുത്തു. കൂടാതെ റൂറൽ പോലീസ് തീരദേശ മേഖലയിൽ ഒരാഴ്ചയോളം സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പ്രചാരണത്തിലും മണിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് NCTV.
സ്വാതന്ത്ര്യ ദിനാഘോഷ വേദിയായ തേക്കിൻകാട് മൈതാനിയിൽ വന്ദേമാതരം ചൊല്ലി BJP. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ജില്ലാതല ആഘോഷ പരിപാടിക്ക് സമീപത്താണ് വന്ദേമാതരം ആലപിച്ചത്. ജാഥയായി വേദിക്ക് സമീപം എത്തിയാണ് സമാന്തരമായി പതാക ഉയർത്തി BJP പ്രവർത്തകർ വന്ദേമാതരം ചൊല്ലിയത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച ജാഥ തേക്കെ ഗോപുരനട വഴി എത്തിയാണ് പതാക ഉയർത്തി വന്ദേമാതരം ചൊല്ലിയത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് BJP പതാക ഉയർത്തി വന്ദേമാതരം ആലപിച്ച സംഭവത്തിൽ ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. BJPയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യദിനം തെരഞ്ഞെടുത്തത് അപലപനീയമാണെന്നും ഇത് ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ദിനമാണ് ഇന്ന്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം നടത്താൻ പാടില്ലാത്തിടത്താണ് BJP പ്രതിഷേധം നടത്തിയത്. തെക്കേ ഗോപുരനടയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ നടത്താൻ പാടില്ലാത്തതാണ്. തേക്കിൻകാട് മൈതാനി ഹൈക്കോടതി വിധിയുടെ സംരക്ഷണം ഉള്ളതാണ്. ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് BJP നടത്തിയിട്ടുള്ളത്. അതിനാൽ ഈ സംഭവത്തിൽ BJPക്കെതിരെ കേസെടുക്കണമെന്നും ഇതിനെക്കുറിച്ച് BJP സംസ്ഥാന നേതൃത്വം മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേലുപ്പാടം വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ഡേവിസ് പട്ടത്ത് ഊട്ട് ആശീർവാദം നടത്തി. ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്തും ഫാദർ എഡ്വിൻ ഐനിക്കലും കാർമ്മികരായി. ഫാദർ അജിത് കൊള്ളനൂർ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഷെബിൻ പനക്കൽ, ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഫാദർ ഡേവിസ് ചക്കാലക്കൽ, ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ, ഫാദർ ജോസഫ് കണ്ണംപ്ലാക്കൽ എന്നിവർ വിവിധ സമയങ്ങളിലായി നടന്ന കുർബാനകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ബേബി വാഴക്കാല, തോമസ് മുട്ടത്ത്, ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, ജസ്റ്റിൻ മുല്ലൂർ, ജനറൽ കൺവീനർ ബെന്നി വേങ്ങയ്ക്കൽ, ജോയിന്റ് ജനറൽ കൺവീനർമാരായ റോബിൻ കൊച്ചുപുരയ്ക്കൽ, ജോയ് വൈദ്യക്കാരൻ, PRO സിനിൽ കൊടുമ്പിലായി പറമ്പിൽ, പബ്ലിസിറ്റി കൺവീനർമാരായ ജേക്കബ് നടുവിൽ പീടിക, പോൾ മഞ്ഞളി, തോമസ് മുട്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. 8ാം ദിനമായ ഓഗസ്റ്റ് 22 രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ മാളിയമ്മാവ് കാർമ്മികനാകും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മനുഷ്യവംശത്തെ വീണ്ടെടുക്കാൻ തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. രക്ഷകനായ ഈശോയുടെ വളർത്തുപിതാവും സംരക്ഷകനുമായി വിശുദ്ധ യോസേപ്പിനെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവതരിച്ച വചനത്തിന് ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച മാർയോസേപ്പിനോടൊപ്പം നിർമ്മല ഹൃദയത്തോടെ ബലിയർപ്പിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ആൻഡോ ചിരിയങ്കണ്ടത്ത് ഊട്ട് ആശീർവാദം നടത്തി. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂരും ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിലും കാർമ്മികത്വം വഹിച്ചു. ചെങ്ങാലൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെ വേളാങ്കണ്ണി മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തേജസ് കുന്നപ്പള്ളിയിൽ കാർമ്മികനായി. ഫാദർ ഡിക്സൺ കോലമ്പറത്ത് സന്ദേശം നൽകി. ലോകത്തിലേക്ക് വന്ന സത്യപ്രകാശമായ വിശാന്തകരമായ ലോകജീവിതത്തിനുണ്ടാകുന്ന അപകടങ്ങൾ ധൈര്യപൂർവ്വം തരണം ചെയ്ത് നിത്യപ്രകാശത്തിൽ ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വലിയ പീഠത്തിന് മുൻപിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കാൻ വിശുദ്ധമായ തയ്യാറാക്കണമെന്ന് ഊശിയോട് കൽപ്പിച്ച ദൈവമേ, ഈ തിരികളെ ആശീർവദിക്കണമെന്ന് കാലമെല്ലാം അകറ്റുവാനും അങ്ങയുടെ ഹൃദയങ്ങൾ പ്രകാശമായി സംരക്ഷിക്കുവാനും ഇവ ഞങ്ങളെ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പുതുക്കാട് കുറുമാലി പാലത്തിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടം. ഇതോടെ ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായി. 5 മണിക്കൂറോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. വാഹനങ്ങൾ എതിർ ട്രാക്കിലൂടെ കടത്തിവിട്ടാണ് പോലീസ് ഗതാഗതം നിയന്ത്രിച്ചത്. ശനിയാഴ്ച രാവിലെ 6-നായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. നിയന്ത്രണം വിട്ട ലോറി പാലത്തിന്റെ കൈവരിയുടെ വശത്തുള്ള കോൺക്രീറ്റ് ബീമിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് കരുതുന്നു. ലോറി പാലത്തിൽ നിന്നും നീക്കാനുള്ള ശ്രമം ദുഷ്കരമായിരുന്നു. ഇതോടെ ദേശീയപാതയിൽ ഇരുവശത്തും 100 കണക്കിനുള്ള വാഹനങ്ങളാണ് കുടുങ്ങിക്കിടന്നത്. 2.5 മണിക്കൂറിലേറെ വാഹനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോയിരുന്നത്. അരമണിക്കൂറിലേറെ സമയമെടുത്താണ് ദേശീയപാതയിലെ വാഹനങ്ങൾ കുറുമാലി പിന്നിട്ട് പോയത്. സംസ്ഥാനത്ത് ഓണപരീക്ഷയിൽ മാറ്റം. ഓണാഘോഷ ദിവസം പരീക്ഷ നടത്തില്ല. 21-ാം തീയതിയിൽ നടക്കേണ്ട 8ാം ക്ലാസ് പരീക്ഷ അവധിക്ക് ശേഷം നടത്താനാണ് തീരുമാനം. ഓണാഘോഷ ദിവസം പരീക്ഷ മാറ്റണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. 21-ന് ഓണാഘോഷം നടത്തി അന്ന് സ്കൂളുകൾ അടയ്ക്കും. ഓഗസ്റ്റ് 31-നാണ് ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുക. മാറ്റിയ പരീക്ഷ സെപ്റ്റംബർ 1-ന് നടത്താനാണ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെയും അളഗപ്പനഗർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറുടെയും നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ KS കൊച്ചുമോൻ, ഡോക്ടർ പത്മിനി പീതാംബരൻ, MG രാമചന്ദ്രൻ, ഡോക്ടർ വിനീത് കുമാർ, ശ്രീശോഭ്, രാജേഷ് കുറുമാലി എന്നിവരെ ആദരിച്ചു. പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ദിനിൽ പാലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി, ഹരീഷ് മോഹൻ, ജെറോ ജോൺ, ആന്റണി കുറ്റൂക്കാരൻ, പ്രിൻസൻ തയ്യാലക്കൽ, ജിമ്മി മഞ്ഞളി, ജെൻസൺ കണ്ണത്ത്, പിൻഡോ മഞ്ഞളി, സിജോ പുന്നക്കര എന്നിവർ പ്രസംഗിച്ചു. ആൽബിൻ സ്റ്റാൻലി, അഭിജിത്ത് അഭിമന്യു എന്നിവർ നേതൃത്വം നൽകി. വീടുകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി എത്തിച്ചിരുന്ന ക്ഷേമ പെൻഷൻ നിർത്തലാക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. BKMU സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PM നിക്സൺ അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് PC സാജു, CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി KM ചന്ദ്രൻ, മണ്ഡലം ട്രഷറർ ഡെന്നീസ് പുളിക്കൻ, KR അനൂപ് എന്നിവർ പ്രസംഗിച്ചു. PS മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ജയന്തി സുരേന്ദ്രൻ, NK സുബ്രൻ, VA വിജയൻ, AK ബാലൻ, MC പ്രശാന്തൻ, സുജ ആന്റണി, KL ജോർജ് എന്നിവർ നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 178ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അനിൽ വടക്കേടത്ത്, സെക്രട്ടറി MR ആംസൺ, P രാധാകൃഷ്ണൻ, സജീവ് മേനോൻ എന്നിവർ പങ്കെടുത്തു. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് KS സുരേഷ്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MB ഉദയൻ, സജിത സുനിൽ, KS കൃഷ്ണൻകുട്ടി, സൂര്യ അനീഷ്, ആതിര ഹനീഷ്, ജോസ് ലൂയിസ്, കൃഷി ഓഫീസർ അശ്വതി G പ്രസാദ് തുടങ്ങിയവർ സന്നിഹിതരായി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയുടെ മുൻഭാഗത്ത് സ്ഥാപിച്ച കൽക്കുരിശിന്റെ ആശീർവാദ കർമ്മം തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വികാരി ഫാദർ ഡേവിസ് ചെറയത്ത്, ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പൻ എന്നിവർ സഹകാർമ്മികരായി. അസിസ്റ്റന്റ് വികാരി ഫാദർ നോബിൾ ഐനിക്കൽ, ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ, ഡീക്കൻ ആശിഷ് കൊമ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിന് ട്രസ്റ്റിമാരായ KJ ജോജു, പോൾസൺ കൊടവരക്കാരൻ, ഡൈസൺ മഞ്ഞളി, ജോഷി പൊന്തോക്കൻ, ചാർലി കിഴക്കൻ എന്നിവർ നേതൃത്വം നൽകി. ഫാൻസി ആഭരണങ്ങളുടെയും ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവുമായി വിനീഷ് ഫാഷൻ ഹബ് ആൻഡ് സിൽവർ ആമ്പലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ആഗസ്റ്റ് 17 രാവിലെ 9:30 സ്ഥാപനത്തിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ്. ഉദ്ഘാടന ഓഫറായി ചിങ്ങമാസം കഴിയുന്നതുവരെ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. കല്ലൂർ കിഴക്കെ സെന്റ് റാഫേൽസ് പള്ളിയിലെ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
ഞായറാഴ്ച രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സെന്റ് റാഫേൽസ് UP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9450980545, മറ്റൊരു നമ്പർ 9809965688 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഇല്ലം നിറയും ഞായറാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി കൈനിക്കര വടക്കേടത്ത് ജയൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകും. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ FDMന്റെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്റർവ്യൂ നടക്കും. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,220 രൂപയും പവന് 1,13,760 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ നടത്തി. വേലുപ്പാടം വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെയും പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെയും സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെയും ഊട്ടുതിരുനാളുകൾ ആഘോഷിച്ചു. പുതുക്കാട് കുറുമാലി പാലത്തിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടം. ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായി. സംസ്ഥാനത്ത് ഓണപരീക്ഷയിൽ മാറ്റം. ഓണാഘോഷ ദിവസം പരീക്ഷ നടത്തില്ല. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.